നമസ്തേ. ഒരു പകൽ അരമണിക്കൂർ വാർത്തയുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 7 ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വം നൽകും. അതിനിടെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. യുവതിയുമായുള്ളത് സൗഹൃദമെന്ന ഹർജിയിൽ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഭ്രൂണഹത്യക്ക് നിർബന്ധിച്ചിട്ടില്ലെന്നും രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, എന്തായാലും മുൻകൂർ ജാമ്യത്തിനായിട്ട് രാഹുൽ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ അതിജീവിത ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ നിഷേധിച്ചിട്ടുണ്ട്. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ജാമ്യ ഹർജിയിൽ രാഹുൽ പറയുന്നത്? രാഹുൽ തിരുവനന്തപുരത്തുണ്ടോ? അനിൽ നമ്പ്യാർ ചോദിച്ച അവസാന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. രാഹുൽ എവിടെയാണ് എന്നുള്ള വിവരം ഇപ്പോഴും ലഭ്യമല്ല. രാഹുലിനെ കണ്ടെത്തുവാനുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ യുവതി പോലീസിന് പരാതി നൽകിയതിന് ശേഷം പിന്നെ രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. പരാതി നൽകി മണിക്കൂറുകൾ പിന്നിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന് രാഹുലിനെ പിടികൂടാനാകാത്തത് വിമർശനത്തിന് സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനവും അന്വേഷണ സംഘത്തിന് നേരെ ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ഒരു ജാമ്യാപേക്ഷയിൽ പരാതിയിൽ അതിജീവിത പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം അതിൽ എടുത്തു പറയാനുള്ളത്, അതിജീവിതയെ അറിയില്ല എന്നുള്ളൊരു വാദം രാഹുൽ നടത്തുന്നില്ല. തനിക്ക് അതിജീവിതയെ പരിചയമുണ്ട്, സൗഹൃദമുണ്ട്, സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് വഴിയുള്ള സൗഹൃദമാണെന്ന് കൂടി രാഹുൽ പറയുന്നുണ്ട്. മാത്രമല്ല ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും അതിൽ രാഹുൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. യുവതി സ്വയമേ മരുന്ന് കഴിച്ചതാണെന്നാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിങ്കളാഴ്ചയായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുവാനുള്ള സാധ്യതയേറെ. രാഹുലിന് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഒളിവിൽ ഇരുന്നു കൊണ്ട് അവസാന ആവനാഴിയിലെ അമ്പ് കൂടി എയ്യുവാൻ രാഹുൽ ശ്രമിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ രാഹുലിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. കോൺഗ്രസിന്റെ നിലപാടിനടക്കം വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോഴും പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല. സസ്പെൻഷൻ എന്ന നടപടിയിൽ ഒതുക്കിയിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരിക്കും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം ഉണ്ടാവുക. മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. മണിക്കൂറുകൾ നീണ്ടാണ് യുവതിയുടെ മൊഴിയെടുത്തത്. ഈ മൊഴിയിലടക്കം കൃത്യമായിട്ടുള്ള തെളിവുകളും സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങളുടെ വിവരങ്ങളും ശബ്ദരേഖകളടക്കം യുവതി അന്വേഷണ സംഘത്തിന് നൽകിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. FIR-ലടക്കം ഗുരുതരമായുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. 10 വർഷം മുതൽ 20 വർഷം വരെ ജീവപര്യന്തം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളൊരു സൂചനകൾ കൂടി ഈ ഒരു അവസരത്തിൽ വരുന്നുണ്ട്. രാഹുൽ എവിടെയാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയായി. കേരളം വിട്ടു എന്നുള്ള സൂചനകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് സ്ഥിരീകരണമായിട്ടില്ല. രാഹുലിനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘം. ഇത് വൈകുന്നതിലുള്ള വിമർശനവും ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. രാഹുൽ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തു. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി യുവതിയെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയുടെ പ്രതിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തുടർന്നും ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൂടാതെ തന്നെ 6-ാം തീയതിയായിരുന്നു, മാർച്ച് 4-നായിരുന്നു രാഹുൽ നിയമസഭയിൽ ആദ്യമായി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത് ആശാമാരുടെ സമരവും ഒപ്പം തന്നെ ആശാമാർ ഇത്തരത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് കണ്ണീർ വാർത്തുകൊണ്ടുള്ള ചില പ്രസ്താവനകളും രാഹുൽ നടത്തിയിരുന്നു. അന്നത്തെ ദിവസവും അടിയന്തര പ്രമേയത്തിന് ശേഷം ആ ഒരു ദിവസവും രാഹുൽ ക്രൂരമായി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളൊപ്പം തന്നെ രാഹുൽ ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും അത്തരത്തിലുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു. സുഹൃത്തിന്റെ കയ്യിൽ മരുന്ന് കൊടുത്തയച്ചു. സുഹൃത്ത് മുഖാന്തരം മരുന്ന് കഴിക്കുവാൻ യുവതിയെ നിർബന്ധിച്ചു. അത് ഉറപ്പിക്കുന്നതിനായി വീഡിയോ കോളിൽ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ
വിശദമായി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ രാഹുൽ നിഷേധിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകളും ഡോക്ടറടക്കം യുവതിയുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, അതായത് ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്ന് കഴിച്ചതിന് ശേഷം യുവതിക്കുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഡോക്ടറുടെ അടക്കം സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയും പുറത്തു വന്നു. ഇതൊക്കെ തെളിവാണ്. ഇതൊക്കെ അന്വേഷണ സംഘം പരിഗണിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതിനാൽ തന്നെ രാഹുലിന് കുരുക്ക് മുറുകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭിക്കുവാൻ ഉള്ള സാധ്യത കുറവാണ്. തള്ളിക്കളയുവാനായിരിക്കും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ യുവതിക്കുണ്ടായ കാര്യങ്ങളെല്ലാം കോടതി പരിഗണിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ തെളിവുകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാഹുലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവും ഉയരുകയാണ്. അനിൽ നമ്പ്യാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. യുവതിയുമായുള്ളത് സൗഹൃദം മാത്രം എന്നാണ് ഹർജിയിൽ പരാമർശിക്കുന്നത്. ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഭ്രൂണഹത്യക്ക് നിർബന്ധിച്ചിട്ടില്ലെന്നും രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. MS വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്ത് വിഷയത്തിൽ മിണ്ടാട്ടം മുട്ടി രാഹുലിൻ്റെ വിശ്വസ്തൻ ഷാഫി പറമ്പിൽ MP വിഷയത്തിൽ ഇന്നലെ പ്രതികരിച്ചതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും കേസ് നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നുമാണ് ഷാഫി കോഴിക്കോട് പ്രതികരിച്ചത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞല്ലോ, കേസ് നിയമപരമായി മുന്നോട്ട് പോട്ടെ, ജാമ്യം തേടൽ നിയമ പ്രോസസ്സിന്റെ ഭാഗമല്ല, നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ ഇന്നലെ പ്രതികരിച്ചതാണല്ലോ. രാഹുൽ വിഷയത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രീയത്തിൽ വൈകാരികതയ്ക്ക് പ്രാധാന്യമില്ല. പാർട്ടി നിലപാട് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു. ഞാനിതെല്ലാം KPCC പ്രസിഡന്റ് പാർട്ടിയുടെ തീരുമാനം പറയേണ്ടത്. അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മതി. അതിനിടെ രാഹുലിനെതിരായ ലുക്കൌട്ട് നോട്ടീസിന്റെ പകർപ്പ് SFI പ്രവർത്തക VD സതീശന് നൽകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. രാഹുലിന് പിന്തുണ നൽകുന്നത് കോൺഗ്രസിൽ വളർന്നുവരുന്ന അധോലോക സംഘമെന്നും K സുരേന്ദ്രൻ ആരോപിച്ചു. യുവ MLA മാർ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. പിന്നിൽ പ്രവർത്തിച്ച സഹായികളെ നിയമത്തിന് മുന്നിലെത്തിക്കണം. രാഹുൽ ഒളിവിൽ പോയതിന് പിന്നിൽ ഉന്നതരുടെ കൈകളുണ്ടെന്നും K സുരേന്ദ്രൻ വ്യക്തമാക്കി. ജീവിതങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ, അവരെ സംഘടിതമായി ആക്രമിച്ച് നിലം പരിശാക്കുന്ന ഒരു ക്രിമിനൽ സംഘം ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി വളർന്നു വന്നിട്ടുള്ള ഒരു അധോലോക സംഘമാണ്. അതിൽ MLA മാർ മാത്രമല്ല, അതിന് മുകളിലുള്ള ജനപ്രതിനിധികളും ഉണ്ട് എന്നാണ് അണിയറ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതിന് പിന്നിലും ഉന്നതന്മാരായിട്ടുള്ള ചില ആളുകളുടെ കൈകളുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഈ കേസിനെ ഗൗരവത്തോടെ എടുക്കാൻ കേരള പോലീസ് തയ്യാറാവണം. വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശിച്ച് ഗവർണർ സുപ്രീം കോടതിയിൽ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC നിയമനത്തിനുള്ള പാനൽ കൈമാറിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചു. വിശദാംശങ്ങൾ പുതിയ സെർച്ച് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖ വ്യക്തമാക്കി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം വൈകുന്നതിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ട് പോലും VC നിയമനം വൈകുന്നതിൽ കടുത്ത അതൃപ്തിയാണ് സുപ്രീം കോടതി രേഖപ്പെടുത്തിയത്. ഇതിന് പിറകെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള വിശദീകരണത്തിലാണ് ഈ രണ്ട് സർവകലാശാലകളിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചുകൊണ്ടാണ് പട്ടിക കൈമാറിയത് എന്ന കാര്യം കോടതിക്ക് മുൻപാകെ എത്തിച്ചിട്ടുള്ളത്. അതായത് ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായിട്ടുള്ള രണ്ട് സെർച്ച് കമ്മിറ്റി ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലർ നിയമനത്തിനായി 5 പേരടങ്ങുന്ന പട്ടികയും സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിനായി 4 പേരടങ്ങുന്ന പട്ടികയും സർക്കാരിന്, അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ഈ 2 പട്ടികയിലും ഇടം പിടിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ സർക്കാരും മുഖ്യമന്ത്രിയും ഈ പട്ടിക പരിശോധിച്ച് നിയമന ശുപാർശ ഗവർണർ
ഗവർണർക്ക് കൈമാറിയപ്പോൾ ഈ 2 പട്ടികയിലും ഉൾപ്പെട്ടവർക്ക് പോലും മുൻഗണന നൽകാതെ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പട്ടിക നൽകിയിട്ടുള്ളത്. ആ പട്ടിക വെച്ചുകൊണ്ട് വൈസ് ചാൻസലർ നിയമന നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള പട്ടികയിൽ മുഖ്യമന്ത്രിയും സർക്കാരും മെറിറ്റ് അട്ടിമറിച്ചു എന്ന ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് ഗവർണർ എത്തിച്ചിട്ടുള്ളത്. നേരത്തെയും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ യാതൊരു തരത്തിലും ഒരുമിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കാത്ത ഘട്ടത്തിലായിരുന്നു സുപ്രീം കോടതിയിലേക്ക് കേസെത്തുകയും സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിവേഗത്തിൽ വൈസ് ചാൻസലർ നിയമനം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിൽ പോലും മെറിറ്റ് അട്ടിമറിക്കുന്ന നടപടികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന ഗുരുതരമായ വിമർശനമാണ് ഗവർണർ സുപ്രീം കോടതിയുടെ മുൻപാകെ എത്തിച്ചിട്ടുള്ളത്. വീണ്ടും ഗവർണർ മുഖ്യമന്ത്രി ഏറ്റുമുട്ടൽ. VC നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സുപ്രീം കോടതിയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC നിയമനത്തിനുള്ള പാനൽ കൈമാറിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചു. വിശദാംശങ്ങൾ പുതിയ സെർച്ച് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കണമെന്നും ഗവർണർ. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മാടായിക്കാവിൽ വഴിപാട് രസീതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. CITU ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ AV അനീഷിനെയാണ് ചിറക്കൽ കോവിലകം എക്സിക്യൂട്ടീവ് ഓഫീസർ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ദേവസ്വം അധികൃതർ അന്വേഷണം ഊർജിതമാക്കി. തിങ്കളാഴ്ച ക്ഷേത്ര ദർശനത്തിനെത്തിയ കർണാടക സ്വദേശിക്ക് നൽകിയ വഴിപാട് രസീതിയുടെ വ്യാജ പകർപ്പ് അനീഷ് മറ്റൊരാൾക്ക് രസീതിയായി നൽകുകയായിരുന്നു. കർണാടക സ്വദേശിക്ക് നൽകിയ രസീതിയുടെ പകർപ്പെടുക്കുകയും പേര് മായ്ക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു തട്ടിപ്പ്. സംഭവം പൂജാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞത്. പൂജാരി ഇത് മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു. 300 രൂപയുടെ 4 വ്യാജ രസീതിയാണ് കണ്ടെത്തിയത്. ക്ഷേത്രം ജീവനക്കാരുടെ CITU സംഘടനയുടെ ജില്ലാ നേതാവാണ് തട്ടിപ്പിന് പിടിയിലായ അനീഷ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അനീഷ് വ്യാപകമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. 3 വർഷമായി വഴിപാട് കൗണ്ടറിൽ അനീഷ് ജോലി ചെയ്യുന്നുണ്ട്. ക്ഷേത്രപാലകന് ചാർത്തിയ സ്വർണ്ണമാല അല്പസമയത്തിനു ശേഷം കാണാതായ സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിൽ 2 ജീവനക്കാർ നേരത്തെ സസ്പെൻഷനിലാണ്. ജനം, കണ്ണൂർ. MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശയാത്രയ്ക്കെത്തിയ ഫസൽ ഗഫൂറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞ് തിരിച്ചയച്ചു. ഉപാധികളോടെയാണ് തിരിച്ചയച്ചത്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിൻ്റെ പേരിൽ കോടികൾ പിരിച്ച് വഞ്ചിച്ചു എന്ന പരാതിയിലാണ് നടപടി. ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ് ഫസൽ ഗഫൂർ എത്തിയത്. നേരത്തെ ലഭിച്ച സമൻസുകളിൽ ഫസൽ ഗഫൂർ ഹാജരായിരുന്നില്ല. 200 കോടിയോളം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയാണ് EDക്ക് മുന്നിലുള്ളത്. കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാനെന്ന പേരിൽ നിക്ഷേപകരിൽ നിന്ന് കോടികൾ കൈപ്പറ്റി വഞ്ചിച്ചെന്നായിരുന്നു പരാതി. തിരൂർ, കോഴിക്കോട്, നടക്കാവ് സ്റ്റേഷനുകളിൽ ഫസൽ ഗഫൂറിനെതിരെ കേസുണ്ട്. ഈ FIRകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ECIR രജിസ്റ്റർ ചെയ്ത് ED അന്വേഷിച്ചിരുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിച്ചെങ്കിലും ആശുപത്രി പ്രവർത്തനം മുന്നോട്ട് പോയിരുന്നില്ല. കുടുംബസമേതമാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാനെത്തിയത്. ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞ് തിരിച്ചയച്ച ഫസൽ ഗഫൂറിനെ വൈകാതെ സമൻസ് നൽകി ED വീണ്ടും വിളിച്ചു വരുത്തും. ജനം, കൊച്ചി. ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 55-ാം പ്രതി ഷാഹുൽ ഹമീദ് അറസ്റ്റിൽ. പ്രതിയെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒമാനിലേക്ക് കടന്ന പ്രതിയെ ഇന്റർപോൾ സഹായത്തോടെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഗൂഢാലോചന, പ്രതികളെ ഒളിവിൽ താമസിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ NIA കണ്ടെത്തിയിരുന്നു. PFI ഭീകരവാദ കേസ്, ശ്രീനിവാസൻ വധക്കേസുകളിലാകെ 71 പ്രതികളാണ്. 8 പ്രതികൾ ഒളിവിലായിരുന്നു. ഇനി 7 പേർ കൂടി പിടിയിലാകാനുണ്ട്. 2022 ഏപ്രിൽ 16-നായിരുന്നു RSS പ്രവർത്തകനായിരുന്ന ശ്രീനിവാസനെ PFI ഭീകരവാദി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കർണാടകത്തിൽ സിദ്ധരാമയ്യക്കെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി BJP. സിദ്ധരാമയ്യ സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതായി DK ശിവകുമാർ പക്ഷം. MLA മാർക്ക് സിദ്ധരാമയ്യയിൽ താൽപ്പര്യമില്ലെന്നുമാണ് BJP ആരോപിക്കുന്നത്. അതേസമയം
AICC നേതൃത്വം ഇടപെട്ടിട്ടും മുഖ്യമന്ത്രി കസേര സംബന്ധിച്ച തർക്കത്തിന് പരിഹാരമായില്ല. കർണാടകത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലികൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ഭരണനിർവഹണമടക്കം തടസ്സപ്പെടുകയാണ്. DKയുടെ ഇറിഗേഷൻ വകുപ്പിലും നഗരവികസന വകുപ്പിലുമടക്കം കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്കം സംസ്ഥാനത്തെ ജനങ്ങളുടെ വിഷയമാണ്. ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ചൂണ്ടിക്കാട്ടി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ് BJP. അതേസമയം മുത അഴിമതി കേസിൽ സിദ്ധരാമയ്യയുടെ പങ്ക് DK ക്യാമ്പ് ഉയർത്തിക്കാട്ടുന്നു. കോൺഗ്രസ് നേതാക്കളെ അവഗണിച്ച് ഒപ്പമെത്തിയ ജനതാദളുകാർക്ക് മാത്രം പരിഗണന നൽകുന്നുവെന്നും പാർട്ടിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത് DK ശിവകുമാറാണെന്നുമുള്ള വാദമുയർത്തിക്കാട്ടി AICC നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ശക്തമാകുകയാണ്. ശിവകുമാറിനെതിരെ സിദ്ധരാമയ്യ ക്യാമ്പും തെളിവുകൾ അണിനിരത്തി. ചർച്ചകൾ പലതും നടത്തിയിട്ടും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് DK പക്ഷം. 2.5 വർഷം എന്നുള്ള നിബന്ധന പാലിക്കണമെന്നതിൽ വീഴ്ച വരുത്തിയാൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുമെന്നും DK പക്ഷം മുന്നറിയിപ്പ് നൽകി. DK ക്യാമ്പിലേക്ക് കൂടുതൽ MLA-മാരെ ഉൾപ്പെടുത്തി നേതൃത്വത്തിനു മുന്നിൽ കരുത്ത് കാട്ടാനാണ് നീക്കം. ജനം, ഡൽഹി. GDP വളർച്ചയിൽ തിളങ്ങി ഭാരതം. സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ 8.2% വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2.6% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഉൽപാദന രംഗം, സാമ്പത്തികം, റിയൽ എസ്റ്റേറ്റ്, കാർഷിക മേഖലകളാണ് GDP വളർച്ചയ്ക്ക് കരുത്തു പകർന്നത്. ഡോൺബാസ് മേഖലയിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കാതെ സമാധാന ധാരണയില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈൻ പൂർണ്ണമായും മേഖലയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. നിലവിലെ നിർദ്ദേശങ്ങൾ അന്തിമ സമാധാന ധാരണയായി കണക്കാക്കാനാവില്ലെന്ന നിലപാടാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. റഷ്യയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഡോൺബാസ് മേഖലയിലെ യുക്രൈൻ സേനാ പിന്മാറ്റം. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് പുടിൻ നൽകുന്നത്. ആവശ്യമെങ്കിൽ ബലപ്രയോഗം നടത്തുമെന്നും റഷ്യൻ പ്രസിഡന്റ് നിലപാട് അറിയിക്കുന്നുണ്ട്. അതേസമയം സമാധാന നിർദ്ദേശങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുന്നതായും പുടിൻ അറിയിച്ചു. There were talks in Geneva between the United States and the Ukrainian delegation. As I understand, they decided between themselves that these 28 items should be divided into 4 groups. And we received the outcomes of those discussions. In general, we agree that this may become the basis for a future agreement. It would not be proper for me to make any final statements right now because there is no finalized material so far. ഡോൺബാസ് മേഖലയിലെ സൈനിക പിന്മാറ്റത്തിന് പുറമെ നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കില്ലെന്ന ഉറപ്പ് നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഡൊണസ്ക്, ലുഹാൻസ്ക് തുടങ്ങിയ റഷ്യൻ പ്രാചീന ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളാണ് ഇവ. യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശങ്ങൾ തിരിച്ചേൽപ്പിക്കണമെന്ന റഷ്യൻ നിലപാടാണ് യുദ്ധത്തിൽ കലാശിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിന്റെ സമീപം നടന്ന ഭീകരാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ നാഷണൽ ഗാർഡ് കൊല്ലപ്പെട്ടു. സാറ ബെക്സ്ട്രോം മരിച്ചതായി ട്രംപ് അറിയിച്ചു. സഹപ്രവർത്തകനായ ആൻഡ്രൂ വുൾഫ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്നലെയാണ് അഫ്ഗാൻ സ്വദേശിയായ അക്രമി പെട്രോളിംഗ് നടത്തുകയായിരുന്ന നാഷണൽ ഗാർഡ്സിന് നേരെ വെടിയുതിർത്തത്. Now I heard that Sarah Beckstrom of West Virginia, one of the guardsmen that we're talking about, highly respected, young, magnificent person, started service in June of 2023, outstanding in every way. She's just passed away. She's no longer with us. She's looking down at us right now. Her parents are with her. It's just happened. She was savagely attacked. She's dead. She's not with us. Incredible person. Outstanding in every single way, in every department. That's horrible. As you know, the other young man is fighting for his life. He's in very bad shape. He's fighting for his life, and hopefully we'll get better news with respect to him. ക്ഷേത്രോത്സവങ്ങളിൽ ബൗൺസർമാരെ ഇറക്കുന്നത് സ്ഥിരമാക്കാനുള്ള നീക്കങ്ങളുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയമിച്ചതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിൽ ആചാര ലംഘനമടക്കം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഭക്തർ.
തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവ എഴുന്നള്ളിപ്പുകളിലെ തിരക്ക് നിയന്ത്രിക്കാനായിരുന്നു ബൗൺസർമാരെ നിയമിച്ചിരുന്നത്. ശരീരാരോഗ്യ പ്രദർശനം നടത്തി ബൗൺസർ എന്നെഴുതിയ ടീഷർട്ടും ധരിച്ച് എഴുന്നള്ളിപ്പുകളിൽ മുന്നിലും പിന്നിലും നീങ്ങിയ ബൗൺസർമാർ ബലപ്രയോഗത്തിലൂടെയായിരുന്നു ഭക്തരെ നിയന്ത്രിച്ചത്. ഭക്തജന സംഘടനകളെ ഏൽപ്പിച്ച് അന്തരീക്ഷം കലുഷിതമാക്കാതെ തന്നെ സുഗമമായി ഉത്സവത്തിരക്ക് നിയന്ത്രിക്കാനാകുമെങ്കിലും ഇതിന് തയ്യാറാകാതെ ബൗൺസർമാരെ നിയമിച്ചതായിരുന്നു വിവാദമായത്. മതിയായ പോലീസുകാരില്ലാത്തതാണ് കാരണമായി പറഞ്ഞത്. ഇതേ രീതിയിൽ മറ്റു ക്ഷേത്ര ഉത്സവങ്ങളിലും ബൗൺസർമാരെ സ്ഥിരം സാന്നിധ്യമാക്കാനാണ് നീക്കം. ഗുണ്ടായിസം കാണിച്ചല്ല ഉത്സവത്തിരക്ക് നിയന്ത്രിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബൗൺസർമാരെ നിയമിച്ചതിനെതിരെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ബൗൺസർമാരെ നിയമിച്ചതിനെതിരെ ഹൈക്കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഭക്തർ. ഇതിനിടെ ഇത്തവണ കാഴ്ചശീവേലിക്കിടെ അശുദ്ധിയുണ്ടായതിനെ തുടർന്ന് ശുദ്ധിക്രിയകൾ നടത്തേണ്ടി വന്നതിനാൽ കൊടിയിറക്കൽ, ആറാട്ടിന് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ മണിക്കൂറുകൾ വൈകിയിരുന്നു. ജനം, കൊച്ചി. ശബരിമലയിൽ ജോലി ചെയ്യുന്ന വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്ന ആവശ്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് NGO സംഘ് കത്ത് നൽകി പോസ്റ്റൽ ബാലറ്റ് സംവിധാനം അനുവദിക്കണമെന്നാണ് ആവശ്യം. വിവിധ വകുപ്പുകളിലായി ആയിരക്കണക്കിന് ജീവനക്കാരാണ് ശബരിമലയിൽ ജോലി ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജീവനക്കാർക്കാർക്കും വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ സാഹചര്യം അവകാശ നിഷേധനമാണെന്നും ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് സംവിധാനം അനുവദിക്കണമെന്നും NGO സംഘ് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ വിവിധ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലുള്ള ജീവനക്കാരുണ്ട്. അവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഒരു ക്രമീകരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉള്ളവർക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്താനേ അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് നൽകാനേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമെന്നാണ് പറയുന്നത്. സർക്കാർ നിയോഗിച്ച ഡ്യൂട്ടിയിൽ എത്തപ്പെട്ട ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു പൗരാവകാശ ലംഘനമാണ്. ആവശ്യമുന്നയിച്ച NGO സംഘ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നീ ഡ്യൂട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ഫെസിലിറ്റേഷൻ സെന്റർ ക്രമീകരിക്കണമെന്നും NGO സംഘ് ആവശ്യപ്പെട്ടു. ജനം, പത്തനംതിട്ട. വളർച്ചയുടെ തുടർച്ചയ്ക്ക് യുവത്വം നയിക്കട്ടെ എന്ന ആശയവുമായി തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ ആനി സ്റ്റെഫി. ദേശീയ പാർട്ടിക്കൊപ്പം നിന്ന് കോഴിക്കോടിൻ്റെ പ്രാദേശിക വികസനമാണ് ആനിയുടെ ലക്ഷ്യം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഒരു വനിതാ സ്ഥാനാർത്ഥിയാകുന്നതെന്ന പ്രത്യേകതയും ആനിക്കുണ്ട്. ഈ റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ. അതിനുശേഷം കാണാം. കോഴിക്കോട് കോർപ്പറേഷന്റെ എരഞ്ഞിപ്പാലം വാർഡിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പുതിയ സോഫ്റ്റ്വെയറുകൾ മെനയുകയാണ് ആനി സ്റ്റെഫി എന്ന IT ജീവനക്കാരി. തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ചുവടുവെപ്പ് ആദ്യത്തെയെങ്കിലും ആനിക്ക് ആശങ്കകളില്ല. എന്നാൽ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ജയിക്കും എന്നുള്ള 100% കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ആ 100%ൽ നമ്മൾ ജയിച്ചു വന്നു കഴിയുമ്പം നമ്മളത് വിട്ട് ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. വാർഡിലെ വികസനമാണ് പ്രധാന അജണ്ടയെന്ന് സ്റ്റെഫി പറയുന്നു. അതോടൊപ്പം തെരുവുനായ ശല്യം, റോഡുകളുടെ ശോചനീയാവസ്ഥ, മാലിന്യ സംസ്കരണം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. നമ്മുടെ വാർഡിൻ്റെ മെയിൻ ഇഷ്യൂസിൽ ഒരെണ്ണം റോഡുകളാണ്. പിന്നെ സ്ട്രേ ഡോഗ്സിൻ്റെ പ്രോബ്ലംസ് ആണ്. പിന്നെയുള്ളത് ഡ്രെയിനേജ് ഇഷ്യൂ ആണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് വാർഡ്, ബട്ട് സ്റ്റിൽ നമ്മുടെ സിറ്റിക്കുള്ളിലുള്ളൊരു വാർഡായിട്ട് പോലും നമുക്കൊരു ഹെൽത്ത് സെൻറ്റർ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല ഇവിടെ. അപ്പോൾ അങ്ങനെ പബ്ലിക് ടോയ്ലറ്റ് സിസ്റ്റം ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണവും പദ്ധതികളും കോഴിക്കോട് 7ാം വാർഡായ എരഞ്ഞിപ്പാലത്തെ ഓരോ വീട്ടിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ആനി സ്റ്റെഫിയുടെ ലക്ഷ്യം. ഗവൺമെൻറ് സെറ്റ് യുവർ ഡോർ സ്റ്റെപ്സ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ട് കോർപ്പറേഷനെ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഈവൻ പഞ്ചായത്ത് ലെവലിലേക്കാണെങ്കിലും പോലും നമുക്ക് നമ്മുടെ ഇഷ്യൂസ് രജിസ്റ്റർ ചെയ്യാം. അതുവഴി നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പം അത് ഐ തിങ്ക് അതാണ് ശരിക്കും നമ്മുടെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ ലോക്കൽ ബോഡി സിറ്റുവേഷനിലേക്ക് വേണ്ടത്. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് ബിരുദധാരിയായ ആനി സ്റ്റെഫി ജോലിയിൽ നിന്നും താൽക്കാലിക ഇടവേള എടുത്താണ് മത്സരത്തിനിറങ്ങിയത്. ജനം, കോഴിക്കോട്.